കപ്പയും ചാളയും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. മീൻചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കാന്താരിമുളക് ചതച്ചത് 2 ടീസ്പൂൺ ഇടണം. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില, അത് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാളയും 10 അല്ലി ചെറുഉള്ളിയും അരിഞ്ഞത് ചേർക്കുക. അത് വഴണ്ട് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർക്കുക. അത് വഴണ്ട് വന്നതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് അത് വഴണ്ട് വരുമ്പോൾ നമ്മൾ പുളി കുതിർക്കാൻ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ആദ്യം ചേർക്കണം. 2 കഷ്ണം കുടംപുളി മാത്രമാണ്. അതിൻ്റെ വീട്ടിലുണ്ടായ കുടംപുളി ആയതുകൊണ്ട് നല്ല പുളിയുള്ളതുകൊണ്ട് 2 പീസ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നോർമലി നമ്മൾ മുളകിട്ട കറിയിൽ ഒഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇതിൽ ഒഴിക്കണം നമ്മൾ. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു 1.5 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ സിമ്പിൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാള മീൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള കപ്പ നമ്മൾ രണ്ടും ഒരുമിച്ച് തന്നെ ഇടുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. എന്ന് വെച്ചാൽ പതുക്കെ ഇളക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആയതിനു ശേഷം അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് അധികം ഇളക്കാൻ നിൽക്കരുത്, ഒന്ന് ചുറ്റിച്ചെടുക്കുക. കാരണം ഓൾറെഡി മീൻ ഉടഞ്ഞു പോയിട്ടുണ്ടാകും. അത് ഉടയുന്നതാണ് കേട്ടോ ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ്. then അടച്ച് വെച്ചൊരു 2 മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം.